മീനു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? എന്തായാലും പറ. ഐ എം പ്രഗ്നൻറ്റ്. കൺഗ്രാറ്റ്സ് ഡാ, ഇത്രയും സന്തോഷമുള്ള കാര്യമായിരുന്നോ? നീ എന്തായാലും പെട്ടെന്ന് വീട്ടിൽ വിളിച്ച് പറ. അമ്മയ്ക്കും അച്ഛനൊക്കെ ഒരുപാട് സന്തോഷമാവും. നീ ആയിട്ട് ഇനി ഇത് ആരോടും പറയാൻ നിൽക്കണ്ട. ഞങ്ങളിത് വേണോ വേണ്ടയോ എന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. അതെന്താടാ? കുഞ്ഞുണ്ടാവുന്നൊരു നല്ല കാര്യമല്ലേ? അതല്ല മീനു, ഞങ്ങളിപ്പോൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. ഓഫീസ് വീട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി ഒരു കുഞ്ഞും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ പോലും പറ്റില്ല. നിൻ്റെ പേരൻസ് ആണെങ്കിൽ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ വേണ്ടി വെയിറ്റിങ്ങാണ്. അപ്പോൾ അവരെന്തായാലും കുഞ്ഞിനെ നോക്കും. നിനക്കൊന്നും അറിയേണ്ട വരില്ല. നിനക്ക് പഴയ പോലെ നിൻ്റെ എല്ലാ വർക്ക്സും കംപ്ലീറ്റ് ചെയ്യാനും നിൻ്റെ കാര്യങ്ങൾ നോക്കാനും എല്ലാം പറ്റും. നിൻ്റെ ലൈഫ് ആസ്വദിക്കാനും പറ്റും, നിൻ്റെ കുഞ്ഞിനോടൊപ്പം തന്നെ. ഇതൊക്കെ പറയാൻ കൊള്ളാം. ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. എടാ, ഫിനാൻഷ്യലി നീ ഓക്കെയാണ്. നിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ വീട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ അംഗങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നിനക്കിപ്പോൾ 27 വയസ്സായില്ലേ? ഒരു കുഞ്ഞുണ്ടാവാൻ പറ്റിയ നല്ലൊരു ടൈമായത്. എടാ, നിനക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തേ? എൻ്റെ അഭിപ്രായത്തിൽ ദൈവത്തിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നിനക്ക് നന്നായിട്ട് കുഞ്ഞിനെ നോക്കാൻ പറ്റുമെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ ദൈവം നിനക്ക് കുഞ്ഞിനെ തന്നത്. ഞാൻ എത്ര നാളായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി കരയുക, എന്നിട്ടും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. പുള്ളിക്ക് എന്നോടൊക്കെ എന്തോ പിണക്കം പോലെയാണ്. 10 വർഷമായി ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. ഇല്ലാത്തവർക്കേ അതിൻ്റെ വേദന പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നിൻ്റെ അവസ്ഥ എനിക്കറിയാം. നീ ഇങ്ങനെ ഇമോഷണൽ ആവാതെ. നിനക്ക് ഈ കുഞ്ഞിനെ വേണ്ടെങ്കിൽ ഡെലിവറി കഴിയുമ്പോൾ കുഞ്ഞിനെ എനിക്ക് തന്നൂടെ? പൊന്നുപോലെ വളർത്താൻ ഞാൻ. അതൊന്നും പറ്റില്ലല്ലോ അല്ലേ? താൻ കഷ്ടപ്പെട്ട് പ്രസവിക്കുന്ന തൻ്റെ ചോരക്കുഞ്ഞല്ലേ അത്? ഞാൻ എന്തൊക്കെ മണ്ടത്തരങ്ങളായി ചോദിക്കുന്നത്? താൻ കഷ്ടപ്പെട്ട് പ്രസവിക്കുന്ന തൻ്റെ ചോരക്കുഞ്ഞല്ലേ അത്? മീനു, നീ ഇനിയൊന്നും പറയല്ലേ. എനിക്ക് വേണം ഈ കുഞ്ഞിനെ. ഞാൻ എൻ്റെ മാനസികാവസ്ഥ കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞതാ. ഞാൻ ഇമോഷണൽ ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം മാറ്റണം എന്നല്ല ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് ഡിസിഷൻ നിങ്ങളുടെ തന്നെയാണ്. നിന്നെപ്പോലെ ധാരാളം പേരിങ്ങനെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുമ്പോൾ ദൈവം എനിക്ക് തന്ന ഈ കുഞ്ഞിനെ ഞാൻ കളഞ്ഞ ദൈവം പോലും പൊറുക്കില്ല. ഈശ്വര, എന്ത് ദൈവദോഷമാണ് ഞാൻ ചിന്തിച്ചു കൂട്ടിയത്. എനിക്ക് വേണം ഈ കുഞ്ഞിനെ. നിന്നെക്കൊണ്ട് പറ്റിയ സ്നേഹ എനിക്ക് ഉറപ്പുണ്ട്. ദെൻ കൺഗ്രാജുലേഷൻസ്.